പാരായി എടാ മലയാളിയായി പോയോണ്ട് നിനക്കൊരു എല്ല് കൂടുതലാണല്ലേടാ. ഇവൻ എല്ലാ സത്യവും പറഞ്ഞിട്ട് നിൽക്കുക. മര്യാദക്ക് സംഭവിച്ചു. ഗൗഡിയല്ലേ നിന്നെ പറഞ്ഞയച്ചത് മൂസയെ കൊല്ലാൻ. നീ വാ തുറക്കല്ലേടാ. പറയടാ. നീ പറയില്ല. പോലീസിന്റെ പിടിപ്പെട്ടത് രണ്ടും നിന്റെ ഗാംഗിലെ ആൾക്കാരാണ്. കവേർഡ്സ്. അവരെന്നെ കുറിച്ച് എന്തെങ്കിലും പോലീസിനോട് പറഞ്ഞാൽ കൊന്നുകളയും. ചന്ദ്ര എന്നടാ ഇതെല്ലാം ഉടനെ കൈടാ എടാ കൈ വേട എന്തേ வேட இந்த பக்கம் இதெல்லாம் நான் பாத்துக்கிறவா. யாரா ஒருத்த கழுத கோவிந்தன் ஆபீஸ்ல வந்து നോക്ക്. പോട മറമണ്ട മറമണ്ട. ആ ഗോവിന്ദരെ എണ്ടൊരാളും പോലീസ് ലാക്കപ്പില് ഇങ്ങനെ കിടന്നിട്ടില്ലേ. ഇത് ആദ്യം. ചേച്ചേ യോ ഓയാ ഇതെല്ലാം എനിക്ക് മോശം. ഇന്ന് വിടണം ഇപ്പോ. സരി 1 മണിക്കൂർ അവരെ വിട്ടിട്ട് എന്നെ ഇങ്ങോട്ട് വിളിക്കേ. ഹലോ ഹലോ. ഇത് വല്ലാത്തൊരു കുരിശായല്ലോ. എടോ താനെ ഗൗഡയുടെ ആൾക്കാരെയും തുറന്നുവിട്. അവരെ ചോദ്യം ചെയ്ത് കഴിഞ്ഞിട്ടില്ല സാർ. കസ്റ്റഡിയിലുള്ള 2 ആൾക്കാരുടെ മൊഴി വളരെ ലീഡിംഗ് ആണ്. ദേ ക്യാൻ ഗീവ് സ്ട്രോങ് പ്രിമാ ഫേസ് എവിഡൻസ് അഗൈൻസ്റ്റ് ഗൗഡ. അത് കേട്ടിട്ട് ഇനിയിപ്പോ ഗൗഡയുടെ പുറകെ പോകാനാണോ തന്റെ പരിപാടി? സാർ. നോ സാർ. വേണ്ട. ഗൗഡയെ തൊട്ടുള്ള കളി വേണ്ട. സൂക്ഷിക്കണം, പേടിക്കണം. അങ്ങനെ പേടിക്കാൻ ഈ ഗൗഡയുടെ മേലാഫീസറൊന്നും അല്ലല്ലോ സാർ. ജയശങ്കർ, യു ഹേർഡ് വാട്ട് ഐ സെഡ്? എടോ ഇത് അധോലോകത്തെ ശക്തികൾ തമ്മിലുള്ള യുദ്ധമാണ്. അത് അങ്ങനെയൊക്കെ അങ്ങ് നടന്നോളും. കൊണ്ടും കൊടുത്തും അവര് കണക്ക് തീർത്തോളും. നമ്മൾ പോലീസുകാർ അതിലൊന്നും ഇടപെടണ്ട. നമുക്ക് വല്ല മുച്ചീട്ട് കളിക്കാരെയോ പോക്കറ്റ് അടിക്കാരെയോ ഒക്കെ പിടിച്ച് അങ്ങ് ജീവിച്ചാ പോരടൂ. അല്ലെങ്കിൽ തന്നെ ഈ ചത്തുപോയ മൂസ ജീവിച്ചിരുന്നിട്ട് ഈ നാടിനെന്താ കോണം? ആർക്കാ പ്രയോജനം? ഈ ടു വാസ് എ ക്രിമിനൽ, എ സ്മഗ്ലർ, എ ബൂട്ട്ലെഗർ, ടോട്ടലി ഇല്ലിസിറ്റ് ആൻഡ് വാട്ട് നോട്ട്. സമ്മതിച്ചു സാർ. പക്ഷേ മരിച്ചതാരായാലും കൊന്നവൻ നിയമത്തിന്റെ കണ്ണിൽ കൊലപാതകയാണ്. ആൻഡ് സാർ, ഐ ഫീൽ ദാറ്റ് ഐ ആം ബൗണ്ട് ടു ബുക്ക് ദ അസാസിൻസ്. ഐ സെഡ് നോ. പ്രതികളെ പിടിക്കേണ്ടതാണോ സാർ? യെസ്, ഇറ്റ്സ് ആൻ ഓർഡർ. സോറി സാർ. ഉത്തരവാണെങ്കിൽ ഐ വാണ്ട് ഇറ്റ് ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. വാട്ട് ഡു യു മീൻ? ഡെപ്യൂട്ടി കമ്മീഷണറുടെ സീല് വെച്ച വെള്ളക്കടലാസിൽ അങ്ങനെ എഴുതി ഒപ്പിട്ട് തരേണ്ടി വരും. എങ്കിലേ ഞാൻ അനുസരിക്കും. അങ്ങനെ തയ്യാറാണെങ്കിൽ ക്ലിയർ ഔട്ട് യു ഫൂൾ. കർത്തവ്യ നിർവഹണത്തിൽ വിട്ടുവീഴ്ച ചെയ്യാത്ത പോലീസ് ഉദ്യോഗസ്ഥന്റെ പര്യായം പൂളെന്നാണെങ്കിൽ താങ്ക് യു സാർ. അങ്ങനെ വിളിക്കുന്നത് എനിക്കിഷ്ടമാണ്, അഭിമാനമാണ്. പക്ഷേ സാർ, ഈ ഫൂളിന്റെ മേലുദ്യോഗസ്ഥനും ഉണ്ടാവണമല്ലോ ഒരു വിശേഷണം, അല്ലേ? അതെന്താവും? ഇഡിയറ്റ് എന്നോ? Shall I call you an idiot? I say you get out. என்ன விஷயம்? You are under arrest. அதுக்கு ஏன் இவ்வளோ பெரிய கும்பல்? இல்ல தேவையா? சரி நீ போய்க்கோ, ഞാൻ തനിയാ വന്നോളാം. വണ്ടി ഓടാ. Arrest him. Sir. என்னடா இதெல்லாம் புதுசா நமக்கு. இப்ப காக்கி துப்பாக்கி எல்லாம் வெளியே எடுக்காத, போட்டுன்னு வெடிச்சிரும். உள்ள வை நாராயணா,
போடு போடு. Don't move. டேய் சந்திரா, Arrest both. குடுறா கைய. அவன் சொல்ற வரைக்கும் ஏன்டா வச்சுக்கிற? குடுறா. கழுத. நீங்க எதுக்கு சார் பயப்படுறீங்க? அட வாங்க சார். ഹലോ അല്ല, പോലീസ് സ്റ്റേഷൻ ಅಲ್ಲ, ಇದು ಕಂಫರ್ಟ್ ಸ್ಟೇಷನ್. ಈ ಪತ್ರಕಾರ ಕೊಂಡು ತೋಟು. ಈಗ ನಿಮ್ಮನ್ನ ಬಿಡುತ್ತವೆ, ಆದರೆ ಇಷ್ಟಕ್ಕೋ ಮುಗಿದು ಅಂತ ತಿಳ್ಕೋಬೇಡಿ. പൊയ്ക്കോ. ഓടാ, നാളെ രാവിലെ കൃത്യം 9 മണിക്ക് ഇവിടെ എത്തിക്കണം. അല്ലെങ്കിൽ ഈ ചൂന്താണി വിരൽ പൊക്കിളി കൊടുക്കേറ്റ് അപ്പുറത്തെടുക്കുന്ന ഒരു പ്രയോഗം ഉണ്ട്. ആരാണ് സാറിന് അറിയാലോ? പോകിലി. ഇനി എന്തിനാടാ ഇവനെയൊക്കെ പേടിക്കുന്നത്? ധൈര്യമായിട്ട് പോടാ. എന്താ അവിടെ? ആരെടാ? വിളിച്ചാത്തത്? പോലീസ് സ്റ്റേഷനകത്താണ്ടാ നിന്റെയൊക്കെ കളി. ആ പിന്നെ ലോക്കോപ്പിൽ ഇത്തിരി സൗകര്യങ്ങൾ കുറവാ. അത്യാവശ്യം 1 2 പോണെങ്കിൽ ആ മൂലയ്ക്ക് 2 കൊച്ചു കുടം വെച്ചിട്ടുണ്ട്. ചേട്ടനും അനിയനും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞെന്ന് അങ്ങ് സാധിച്ചാൽ മതി. പക്ഷേ താഴേങ്ങ് ഒരു തുള്ളി വീഴരുത്. സാർ ഒന്ന് വിഷയം സാർ ഒന്ന് കേൾಬೇಕು സാർ. ഹോം മിനിസ്റ്റർ. Well done, well done. You have done a fantastic job, Inspector. Thank you, sir. No. It's for me to thank you. Actually, I was on my way to Mysore, but I thought I should personally drop in and congratulate you. Hope you got clinching evidence to nail these 2 fellows, okay? Sir, sir. Good work. Keep it up. നമസ്കാരം. നമസ്കാരം. ബെയിൽ ആപ്ലിക്കേഷൻ സാർ. ബെയില അവങ്ങൾക്കാ? കൊട കഷ്ടം. ஆனா law is law. நம்மளால தடுக்க முடியாது. We are helpless. I'm afraid this is valid. Come on, release them. Sir. No. Don't feel dejected. உங்க கையிலும் law இருக்கு. Give bail now. Take them to court later. Come on. Okay? ஜெயசங்கர். ஒரு 2 எழுத்த மாத்தி எழுதிட்டா ஜெயசிங்கம். சிங்கம் தான்பா. பாருபா, நம்ம விஷயத்துல அந்த பனிஷ்மெண்ட், சஸ்பென்ஷன், டிரான்ஸ்பர் எதுவும் கிடையாது. நீங்க தான் இருக்கணும், நம்ம பக்கத்திலேயே இருக்கணும். எப்படி? அதுதான் எனக்கு தேவை. டேய் தம்பி, வாடா. ಎವಡನೆ ಯಾಕೆ ಬಿಟ್ಟದು? ನಿನ್ನ ಅಭಿಪ್ರಾಯ ಸರ್? ಪೊಲೀಸ್ ಏನು ಮಾಡಿದ್ರು ಸರ್? ಏನು ಕೊಟ್ಟಿದ್ಯಾ? Baby! No! Leave him!
നീ ഇതെങ്ങനെ ഡൽഹിയിൽ നിന്ന് കറക്റ്റ് സമയത്ത് ക്യാമറയെ തൂക്കി പിടിച്ച് അവിടെ എത്തി? അതാണ് ന്യൂസ് ഫോർ ന്യൂസ്. വന്നിറങ്ങിയ ഉടനെ ട്രിബ്യൂണിലേക്ക് ഫോൺ ചെയ്തു. അപ്പോഴറിയുന്നു ഹോട്ട് ന്യൂസ്. ഏട്ടൻ 2 കൊമ്പന്മാരെ പിടിച്ചു കെട്ടിയിരിക്കുന്നു. പിന്നെ പറന്നു പോലീസ് സ്റ്റേഷനിലേക്ക്. എന്നിട്ട് കണ്ടല്ലോ, മന്ത്രി, MLA, മറ്റവനും മറിച്ചവനും കൂടെ കയറുമെന്ന് പോലീസിന്റെ മാനം കെടുത്തിട്ട് ഇറങ്ങി പോകുന്നത്. അതെ, ഇതാണ് പോലീസ് ഉദ്യോഗം, ഓർമ്മിച്ചു. ആ, പിന്നെ എന്തായി ഇതിന്റെ IPS ഇന്റർവ്യൂ ബോർഡിനെ മലർത്തിയടിച്ചോ? ആ, ഒരുവിധം. അപ്പൊ സെലക്ഷൻ ഉറപ്പ് അല്ലേ? നീ ആ ബോട്ടിൽ എങ്ങനത്തെ? അനിയൻ IPS കിട്ടാൻ പോണെന്ന് പറഞ്ഞ് അയ്യോ. ഇപ്പോഴേ തുടങ്ങാൻ പോവാ. അത് വേണ്ട, ഇന്ന് ഇത്ര മതി. ഉമേ പ്ലീസ്. ന്യായമായൊരു ആവശ്യമല്ലേ എടുത്തി, ഒന്നുകൂടെ കൊടുത്തേക്കുന്നു. വേണ്ട, നിന്റെ റെക്കമെൻഡേഷൻ ഒന്നും വേണ്ട. സാറ് മര്യാദയ്ക്ക് ഇരുന്ന് കഴിച്ചാൽ മതി. ഡോൺ വറി വല്യേട്ടാ, ഈ ഫീമെയിൽ ഷോവനിസത്തിനെതിരെ നമുക്കൊന്ന് പൊരുതി നോക്കാം. താക്കോൽ എവിടെ വെച്ചെടുത്തി? എന്താ? അല്ല, കള്ളന്മാരെ 3 സൂക്ഷിക്കണം. കണ്ണ് തെറ്റിയാ മതി. താക്കോലും ഉണ്ടാവില്ല, ബോട്ടിലും ഉണ്ടാവില്ല. അയ്യോ, അത് അവിടുന്ന് ഒരു ചുണ്ടലി പാറ്റ. ആഹാ, പാറ്റ പാറ്റ, ചുണ്ടലിയും പാറ്റയും. നല്ല ഒരു ചേട്ടനും അതിന് പറ്റിയ അനിയന്മാരും തികഞ്ഞ ഒരു അനിയത്തി. കൊള്ളാം കൊള്ളാം. ഹരി അധികം കൊടുക്കണ്ട കേട്ടോ. ഏയ്, ജസ്റ്റ് 1 അത്രേ ഉള്ളൂ എടുത്തി. എവിടെ അവള്? താക്കോല് മോഷ്ടിച്ച കള്ളി. അതോ, അവളെ ഇന്ന് ഞാൻ എന്നാടാ, തനിക്കൊന്നാവാമല്ലേ? അയ്യോ, അമ്പടാ. ശ്ശോ, ഈ എടുത്ത് ചെവി പിടിച്ച് തിരുമ്മിയിട്ട്. ഹലോ, എടുക്കണം സാർ. നീ കണക്കെഴുതി വെച്ചോടി, ശമ്പളം കിട്ടട്ടെ. അപ്പൊ 5 പ്രാവശ്യം താക്കോല് മോഷ്ടിച്ചെന്ന കണക്കില് ബാലൻസ് 50. ഇന്നും കൂടെ കൂട്ടുമ്പോ 60. വലിയേട്ടാ, ദേ കണക്ക് പെരുകിക്കൊണ്ടിരിക്കുക. പലിശയും പൊടുവി കൈമലത്തരുത്. ഇങ്ങനെ പോയാലേ നിന്നെ കെട്ടിച്ചയക്കാനുള്ളത് മുഴുവൻ നീ തന്നെ സമ്പാദിക്കുന്ന ലക്ഷണം ഉണ്ടല്ലോ. ഏട്ടന്മാരുടെ ഭാരം കുറയട്ടെന്ന് വെച്ചിട്ടാ. ഓഹ്, അയ്യോ, ചെല്ലട്ടെ. എടുത്ത് താഴെ വടിയും കൊണ്ട് നിൽക്കുന്നുണ്ട്. ശരി, എന്നാ. താങ്ക് യു. അച്ഛൻ മരിച്ച ഒഴിവ് ഞാൻ സർവീസ് കയറുമ്പോ അവക്ക് വയസ്സ് 3, ഹരിക്ക് 6, നിനക്ക് 12. അമ്മയ്ക്ക് വലിയ മോഹമായിരുന്നു അച്ഛനോടൊപ്പം പോലീസ് യൂണിഫോമിൽ ആമക്കൾ 3 പേരും നടുക്കിങ്ങനെ തലയെടുത്ത് പിടിച്ച് അഭിമാനത്തോടെ അമ്മയെ നിൽക്കുന്നൊരു പടമെടുത്ത് ഇതുപോലെ ചുവരിൽ തൂക്കണമെന്ന്. ഇന്നിപ്പോ അമ്മയുണ്ടായിരുന്നെങ്കിൽ പ്രാർത്ഥിച്ചേനെ, മക്കൾ ആരും ഒരു ജന്മത്തിലും പോലീസ് ആവരുതേ എന്ന്. വേണ്ട, ഇനി ഇരുന്നാല് വലിയേട്ടൻ വെറുതെ ഇമോഷണൽ ആകും. ഗുഡ് നൈറ്റ്. വല്യേട്ടൻ ഇന്ന് ശരിക്കും വറീഡാണല്ലോ. ആ ഗൗഡ ഇനി ഇന്നത്തെ ഗ്രഡ്ജ് വെച്ച് വല്യേട്ടനെ എന്തെങ്കിലും? ഏയ്,
That's all part of his job here. Just don't bother.